ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്ര സ്തുതിച്ചാലും മതി വരാത്തവനായിരിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി അടുത്തു വന്ന് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അളവില്ലാത്ത നന്മകളെ ഓർത്ത്, നല്ല ദാനങ്ങളെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. കാരണം പറഞ്ഞു തീരാത്ത ദാനം നിമിത്ത സ്തോത്രമെന്ന് പൗലോസ് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില പ്രശ്നങ്ങളെ നോക്കി നമുക്കൊരിക്കലും സ്തുതിക്കുവാൻ കഴിയുകയില്ല എന്ന് നമുക്ക് തോന്നിയാലും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന എത്രയോ നന്മകളുണ്ട്. എത്രയോ പേർ ഈ ലോകം വിട്ട് കടന്നു പോയപ്പോൾ നമുക്ക് ദൈവം നൽകിയ ജീവനായി, ജീവിതത്തിനായി, കഴിഞ്ഞ രാത്രിയിൽ സുഖകരമായി ഉറങ്ങുവാൻ കഴിഞ്ഞതിനായി, നമുക്ക് നൽകിയ ഭക്ഷണത്തിനായി, ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം എത്രയോ പേർ ഭക്ഷണമില്ലാതെ വലയുമ്പോൾ നമുക്ക് ദൈവം സുഭിക്ഷമായി ഭക്ഷണം നൽകിയിരിക്കുന്നു. ഒരു തലമുറ മുൻപെയൊക്കെ ഭക്ഷണത്തിന് ഒത്തിരി ബുദ്ധിമുട്ടിയ സമയങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് ധരിക്കുവാൻ വസ്ത്രം ദൈവം നൽകിയിരിക്കുന്നു, ഭക്ഷിക്കുവാൻ ധാരാളം ഭക്ഷണം നൽകിയിരിക്കുന്നു, ഭവനത്തെ ദൈവം നൽകിയിരിക്കുന്നതിനായി, വാഹനങ്ങളെ ദൈവം നൽകിയിരിക്കുന്നതിനായി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിദ്യാഭ്യാസത്തിനായി, കഴിഞ്ഞ തലമുറയിൽ പിതാക്കന്മാരായിരിക്കുന്ന നമുക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാതിരുന്ന ഉയരങ്ങളിലേക്ക് നമ്മുടെ തലമുറകളെ ദൈവം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതിനായി എല്ലാറ്റിനുമായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി അടുത്തു വരാം. ദൈവം നമ്മെ തൊടുവാൻ, ഒരു പടി കൂടി നാം ദൈവത്തോട് അടുക്കുവാൻ ഇന്ന് പകൽക്കാലവും കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നായി കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയും കൃപയും നിറഞ്ഞവനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പച്ചാ, ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്ത് വരുന്നു. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ, എപ്പോഴും പ്രാർത്ഥിക്കുവാൻ അങ്ങ് വചനത്തിൽ കൂടി ഞങ്ങളോട് പറയുന്നുവല്ലോ അപ്പാ. ദൈവമേ, ഇന്നത്തെ ദിവസം ഒരിക്കൽ കൂടി ഞങ്ങളുടെ സന്തോഷങ്ങളുമായി, സങ്കടങ്ങളുമായി, എല്ലാ ഹൃദയ വിചാരങ്ങളുമായിട്ട് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വരുന്നപ്പച്ച. ദൈവമേ, അങ്ങ് നൽകിയിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവനായി, ജീവിതത്തിനായി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി, എല്ലാ നന്മകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾ നന്ദിയില്ലാത്തവരാകരുത്. എപ്പോഴും അങ്ങയെ സ്തുതിക്കുവാൻ, അതരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുവാൻ ഒക്കെ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ദൈവമേ, അങ്ങല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു അഭയമില്ല പച്ച, ഞങ്ങൾക്ക് മറ്റൊരു സങ്കേതമില്ല കർത്താവേ. സ്തോത്രം. അതിനായിട്ട് ദൈവമേ, ഞങ്ങളെപ്പോഴും അവിടുത്തെ സന്നിധിയിൽ വരുവാനും സന്തോഷിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അപ്പാ. ഈ ലോകത്തിൽ അവിടുത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഒരു പടി കൂടി ഒരു ദിവസം കൂടി ഞങ്ങൾ അങ്ങയുടെ വരവിനോട് അടുത്തിരിക്കുന്നപ്പാ. ആ കാൽവരിയിലെ രക്ഷയെക്കുറിച്ച് ഒന്നുകൂടി ഞങ്ങൾ മനസ്സിലാക്കുവാൻ, ഒരു പടി കൂടി കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ അപ്പാ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ ആരെല്ലാം ഞങ്ങളെ വിട്ടു മാറിപ്പോയാലും മാറിപ്പോകാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി, സ്നേഹത്തിനായി, കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായി സ്തോത്രം. ആലോചനകളെ ഞങ്ങൾക്ക് പകർന്നു തരുന്നതിനായി നന്ദി. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓരോ ദിവസവും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന പച്ച. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, വീഴ്ചകൾ താഴ്ചകൾ വന്നാലും കൈവിടാത്തവനായിരിക്കുന്ന കർത്താവിൻ്റെ കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന പച്ച. ഹല്ലേലൂയ. മുന്നോട്ടുള്ള ഞങ്ങളുടെ യാത്രയിൽ ദൈവികമായിരിക്കുന്ന പദ്ധതികളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ആത്മാവിൻ്റെ കണ്ണുകളെ അവിടെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് തുറന്ന് നൽകണമേ അപ്പച്ച. ദൈവമേ, ഈ ലോകത്തിൻ്റെ കാഴ്ചകൾ, കേൾവികളിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങൾ കൊണ്ട് കടന്നുപോയി ദൈവമേ പരാജിതരാകുവാൻ ഇടവരുത്തരുതേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങളുടെ അകക്കണ്ണുകൾ തുറക്കട്ടെ. സ്വപ്നങ്ങൾ, ദർശനങ്ങളിൽ കൂടെ ദൈവിക പദ്ധതികൾ ഞങ്ങൾ അറിയട്ടെ. കുഞ്ഞുങ്ങളെ ഞങ്ങൾ അതിനു വേണ്ടി ഒരുക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. അവിടെ ജീവിതത്തിൽ വചനത്തെ കൊടുത്ത്, പ്രാർത്ഥനയെ കൊടുത്ത്, ആരാധനയെ കൊടുത്ത് വളർത്തുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അതവരുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കട്ടെ. അവർ പോകുന്ന യാത്രകളിൽ, അവർ പോകുന്ന സ്ഥലങ്ങളിൽ, അവരുടെ കോളേജിൽ, അവരുടെ ജോലി സ്ഥലങ്ങളിൽ, അവരുടെ പട്ടണങ്ങളിൽ, ദൈവമേ, അവർ കയറുന്ന വാഹനങ്ങളിലൊക്കെ വചനം അവർക്ക് കാവലായിരിക്കുവാൻ, ഇന്നത്തെ ദുഷ്ടലോകത്തിൽ ദൈവമേ, ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തിൽ വശീകരണങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുവാൻ വചനം അവർക്ക് തുണയായിരിക്കാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ അടുത്ത് വരുന്ന ഓരോ കുടുംബങ്ങൾ, അവർ ചെയ്യുന്ന ഓരോ ഉപജീവന മാർഗങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കണമേ, ജോലികളെ അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ ഭവനങ്ങളിലിരിക്കുന്ന വീട്ടമ്മമാർ, കർത്താവേ സ്തോത്രം, അവർക്കും ചെയ്യുവാനായി ചെറിയ കൈത്തൊഴിലുകളെ അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. യേശുവിൻ്റെ നാമത്തിൽ ഭവനങ്ങളുടെ അവസ്ഥകൾ മാറട്ടെ, അതിൻ്റെ ശൂന്യതകൾ മാറട്ടെ, ഞെരുക്കങ്ങൾ മാറട്ടെ. അതിൻ്റെ ദൈവമേ, പണികൾ പൂർത്തിയാകാതെ കിടക്കുന്ന പണികൾ പൂർത്തിയാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, വിൽക്കുവാനിട്ടിരിക്കുന്ന വസ്തുക്കൾ, വീടുകൾ, ദൈവമേ, അത്തരത്തിലെല്ലാം ഉള്ളതിൻ്റെ മേൽ കർത്താവിൻ്റെ കരം വന്നിറങ്ങണമേ. പിശാചിട്ടിരിക്കുന്ന കെട്ടുകൾ അതിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ. നന്മയ്ക്കായി കർത്താവെ, അടയാളങ്ങളെ ഇവർക്ക് അവിടെ നിന്ന് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. വിദേശങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ, അവർക്ക് മുന്നിൽ വഴികൾ, വാതിലുകൾ തുറക്കപ്പെടട്ടെ. നിയമങ്ങൾ അനുകൂലമായി മാറട്ടെ. എല്ലാ പ്രതികൂല അവസ്ഥകളും മാറുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ, ആത്മാക്കളുടെ വലിയ കൊയ്ത്തിനെ അവിടെ നിന്ന് കൊടുക്കണമേ. അവരായിരിക്കുന്ന പട്ടണങ്ങളിൽ കർത്താവെ, എല്ലാവിധമായിരിക്കുന്ന സൗകര്യങ്ങൾ, ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ അവർക്ക് ദൈവമേ അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം കർത്താവ് ദൈവമേ കരുതലുകളെ അയക്കണമേ. ദൈവമേ, വലിയ ദൈവപ്രവൃത്തികൾ അവരിലൂടെ നടക്കണമേ. ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരാധിപ്പാനുള്ള സ്ഥലങ്ങൾ അവർക്ക് വേണ്ടി ഒരുങ്ങണമേ. ദൈവമേ, ഭയമില്ലാതെ, ഭീതിയില്ലാതെ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവെ സ്വാതന്ത്ര്യത്തെ അവർക്ക് അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് പകൽക്കാലവും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സമാധാനവും സ്വസ്ഥതയുമുള്ള ദൈവമേ അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഭയം മാറിപ്പോകട്ടെ. ക്യാൻസറിൻ്റെ ബന്ധനങ്ങളെ അവിടെ നിന്ന് അഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ട്രീറ്റ്മെൻറ്റുകൾക്ക് കർത്താവെ വേഗത്തിൽ ദൈവമേ മറുപടികളെ അവിടെ നിന്ന് നൽകണമേ അപ്പ. രോഗക്കിടക്കകൾ വിട്ടവർ എഴുന്നേൽക്കട്ടെ. സർജറികൾ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ വേഗത്തിൽ അവരുടെ മുറിവുകൾ ദൈവമേ ഉണങ്ങി എഴുന്നേൽക്കുവാൻ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. തലവേദനയുടെ പ്രയാസങ്ങൾ മാറട്ടെ കർത്താവെ. അലർജികൾ മാറട്ടെ. ഫുഡ് അലർജികൾ, സ്കിൻ അലർജികൾ യേശുവിൻ നാമത്തിൽ കർത്താവെ വിട്ടുമാറുവാനായി പ്രാർത്ഥിക്കുന്നു. പനിയുടെ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാം ദൈവകരങ്ങളിലേക്ക് തരുന്നപ്പാ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ സുവിശേഷ ഘോഷണകാലത്ത് തൻ്റെ അടുക്കലേക്ക് ചില കുഞ്ഞുങ്ങൾ കടന്നു വരുമ്പോൾ മറ്റുള്ളവർ അവരെ തടഞ്ഞു. കാരണം യഹൂദ നിയമം അനുസരിച്ച് റബിമാരുടെ അടുക്കലേക്ക് കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും ഒന്നും കടന്നു വരുവാനുള്ളൊരു സ്വാതന്ത്ര്യമില്ലായിരുന്നു. അപ്പോൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പറയുന്നു, അവരെ തടയരുത്, എൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ അവരെ വിടുവേൻ. കാരണം ദൈവരാജ്യം ഇതുപോലെ ഉള്ളവരുടേതാകുന്നു, അല്ലെങ്കിൽ ശിശുക്കളെ പോലെ ഉള്ളവരുടേതാകുന്നു ദൈവരാജ്യം. കർത്താവ് അത് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഈ ലോകപ്രകാരം നമുക്ക് ഒത്തിരി ജ്ഞാനമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രായമുണ്ട്, പല ജീവിതാവസ്ഥകളുണ്ട്, നമുക്ക് പുകഴ്ത്തി പറയുവാൻ പല കാരണങ്ങളൊക്കെ ഉണ്ട് എന്ന് ഈ ലോകപരമായി മാനുഷികമായി നമുക്ക് തോന്നിയാലും സ്വർഗം നമ്മുടെ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയെ നോക്കുന്നു. ശിശുക്കളെപ്പോലെ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നു. കാരണം കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് നാം കടക്കുന്നത് വിശ്വാസത്താലാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം വിടുതൽ പ്രാപിക്കുന്നത് വിശ്വാസത്താലാണ്. ഇവിടെയുള്ള മാനുഷികമായിരിക്കുന്ന ജ്ഞാനമോ ഈ ലോകത്തിൻ്റേതായിരിക്കുന്ന ശാസ്ത്ര സത്യങ്ങളോ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒരിക്കലും ആ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ശിശു എപ്രകാരം ഒരപ്പൻ്റെ സന്നിധിയിൽ, അമ്മയുടെ സന്നിധിയിൽ, അല്ലെങ്കിൽ അമ്മയുടെ അടുക്കൽ അവൻ നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി സംസാരിക്കുന്നുവോ, പറയുന്ന കാര്യങ്ങൾ അവൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നുവോ, അതുപോലെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു വചനത്തിൽ കൂടി നമ്മോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവദാസന്മാരിൽ കൂടി നമ്മോട് ഇടപെടുന്നത് അതിനെ അളവ് നൂലുകൾ വച്ച്, അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെയും തെളിവുകളുടെയും സാഹചര്യങ്ങളുടെയും ഒക്കെ വസ്തുതകളെ വച്ച് അതിനെ അളക്കുവാൻ നിൽക്കാതെ കർത്താവ് പറയുന്നത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർക്ക് വലിയ വിടുതലുകൾ സംഭവിക്കും. കാരണം ഒന്നാമത് നിത്യതയിലേക്ക്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനം സാധ്യമാകും. യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് വിശ്വാസത്തോടുകൂടി നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ വളരെ അത്ഭുതങ്ങൾ സംഭവിക്കുവാനും. കാരണം ഒരു വചനത്തെ വിശ്വസിച്ച് പറഞ്ഞാൽ അതിൽ വിടുതലുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കാണ് അതിൻ്റെ നന്മ അനുഭവിക്കുവാൻ കഴിയുന്നത്. കുഞ്ഞുങ്ങൾ എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്നത് പോലെ നാമും ദൈവത്തിൻ്റെ വചനം പറയുന്നത്, കർത്താവ് പറയുന്നത് വിശ്വസിച്ച് ഏറ്റെടുക്കുക. നമ്മുടെ ഹൃദയങ്ങൾ ശിശുക്കൾക്ക് തുല്യമായിരിക്കട്ടെ, നമ്മുടെ ബുദ്ധി വളർച്ചയുള്ളതുമായിരിക്കട്ടെ. ഹല്ലേലൂയ. ക്രിസ്തു എന്ന തലയോളം നാം വളരുമ്പോഴും ദൈവസന്നിധിയിൽ ശിശു സഹജമായൊരു ഹൃദയത്തോടു കൂടിയായിരിക്കാൻ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.